ഹായ് ഫ്രണ്ട്സ്, നാച്ചുറലിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബെഡ് മേക്ക് ചെയ്യുന്നതും ബെഡ് എങ്ങനെ കട്ട് ചെയ്യുന്നതും ഒക്കെ കാണിച്ചു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ബെഡ് കട്ട് ചെയ്ത ശേഷം നമുക്ക് ബെഡ് ഒന്ന് നനച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താലാണ് മഷ്റൂം വരിക. അപ്പോൾ അത് രണ്ട് രീതിയിൽ നനച്ചു കൊടുക്കുക. ഒന്ന് എന്ന് പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡായിട്ട് നമുക്ക് ചെറിയ ഫാമൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് ചെറിയ ഇതിൽ നനച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടാകുമെങ്കിൽ ഈ നമ്മളെ ഫോഗിങ് സിസ്റ്റം വെച്ചിട്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ രണ്ട് സിസ്റ്റം നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫാം. ഇതിപ്പോൾ നമ്മളെ നാലാമത്തെ ഫാമാണ്. ഇതിലിപ്പോൾ 2000 ബെഡാണ് കപ്പാസിറ്റി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഇത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഒരു രീതി ഇങ്ങനെയാണ്. ഇതൊരു ഫോഗിങ് സിസ്റ്റമാണ്. ഇതിലിപ്പോൾ നമുക്ക് മോട്ടറും ചെറിയ ഫിൽറ്ററും ഇങ്ങനെ വയറിലായി ഈ ചെറിയ ഓസുകൂടെയാണ് ഫോഗിങ് പോവുക. അപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇത് ടൈമിങ് കാണിക്കും. ഇത് ടൈമറാണ്. ഈ ടൈമിൽ ഇപ്പോൾ 1 മിനിറ്റ് നേരം ഈ വെള്ളം ഫോഗ് ചെയ്യും. ഈ രീതിയിലാണ് ഫോഗ് ആവുക. ഇങ്ങനെ ചെറിയ മൈന്യൂട്ട് രീതിയിലാട്ടോ ഫോഗ് ആവുക. അധികം വെള്ളം വരില്ല, ചെറിയ രീതിയിൽ വെള്ളം വരും. ഇങ്ങനെയാണ് നമ്മൾ ഫാമിൽ വെള്ളം ഫോഗ് ചെയ്യല്. അപ്പോൾ ഈ മോട്ടർ ഇപ്പോൾ ഒരു ഏകദേശം 2-3 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. വലിയ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഏകദേശം ഒരു 9 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടൊരു നനവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നല്ല ഫ്രഷില്ല നല്ല കൂണുകളാണ് വരിക. അപ്പോൾ അത് ഫോഗിൽ തന്നെ നനക്കുന്നതുകൊണ്ട് വെള്ളം ഓവറായിട്ട് വരില്ല, കറക്റ്റ് ആയിട്ടാണ് വെള്ളം വരിക. അപ്പോഴാണ് ഇങ്ങനെ നല്ലൊരു കൂണ് നമുക്ക് കിട്ടുക. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് സ്പ്രേ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇത്ര പൈസ മുടക്കി ഇങ്ങനത്തെ ഫോഗിങ് സിസ്റ്റം വാങ്ങേണ്ടതില്ല. ചെറുതായിട്ട് ചെയ്യുന്നവർക്ക് ഹാൻഡ് സ്പ്രെയർ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം.